ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ ക്യാബേജ് തോരനാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന നല്ല രുചിയുള്ള ഈ ഒരു ക്യാബേജ് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ 300 ഗ്രാം അളവിൽ ക്യാബേജ് എടുത്തിട്ടുണ്ട്. ക്യാബേജ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് തോരൻ റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടിയിട്ട് കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നപ്പോൾ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും മൂത്ത് വന്നപ്പോൾ 3 ഉണക്കമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ക്യാബേജിൽ നിന്നുള്ള ആ ഒരു ജലാംശം കൊണ്ട് തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടും. ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ ക്യാബേജ് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഇത് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഞാനിതൊന്ന് ചതച്ചെടുക്കട്ടെ. ദാ ഇവിടെ ഇപ്പോൾ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. അരഞ്ഞു പോകാതെ ഈ ഒരു പാകത്തിന് വേണം നമ്മളിത് ചതച്ചെടുക്കേണ്ടത്. നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന ക്യാബേജ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, ആ കൂട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ സദ്യ സ്പെഷ്യൽ ക്യാബേജ് തോരൻ ചെറിയ ഉള്ളിയോ സവാളയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കാതെയാണ് നമ്മളിവിടെ വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ ചേർത്ത് കൊടുത്ത ആ നാളികേരത്തിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി വരണം. അതിനു വേണ്ടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ 2 മിനിറ്റ് നേരം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റ് നേരം നമ്മളിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ക്യാബേജ് തോരൻ ഒരു 6-7 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ട് കിട്ടും. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല രുചിയുള്ള ഈ ഒരു സദ്യ സ്പെഷ്യൽ ക്യാബേജ് തോരൻ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്